ED അന്വേഷണത്തെ തടയിടാനുള്ള ചില സംസ്ഥാനങ്ങളുടെ നീക്കത്തിനുള്ള തിരിച്ചടി കൂടിയല്ലേ സുപ്രീം കോടതിയുടെ നിലപാട്? തീർച്ചയായിട്ടും ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ചരിത്രപരമാണ്. കാരണം എന്തിനാണ് വാസ്തവത്തിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം, അത് വളരെ മുമ്പ് തന്നെ ഉണ്ടായ സ്ഥാപനമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് 2002 ആക്ടിൽ വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒഫൻസ് പറയുന്നുണ്ട്. ദി ഒഫൻസ് അത് സെക്ഷൻ 3 പറയുന്നത്. ദി ഒഫൻസ് ഓഫ് മണി ലോണ്ടറിങ് അത് വളരെ കൃത്യമായി പറയുന്നു. whosoever directly or indirectly attempt to indulge or knowingly asset or knowingly as a party or is actually involved in any process or activity connected with the proceed of crime indulging in concealment, possession, acquisition or use and projecting or claiming എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ property shall be guilty of offense under the section of money laundering. ഇതാണ് സെക്ഷൻ 3 പറയുന്നത്. എന്താണ് ഞാനിപ്പം തമിഴ്നാടിൻ്റെ കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യവും പറയേണ്ട ആവശ്യം ഉണ്ട് ഈ വിഷയത്തിൽ. എന്നാലും തമിഴ്നാടിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് വളരെ മുമ്പ് തന്നെ ഈ EDയുമായിട്ട് തർക്കത്തിലാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏതാണ്ട് 209 എക്സ്കവേറ്റേഴ്സിൻ്റെ ഈ മണലൂറ്റി പണം DMKയുടെ സ്റ്റാലിൻ, കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്റ്റാലിന് അതിൻ്റെ സ്റ്റാളുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട 1-2 ആൾക്കാരുമായി സംസാരിച്ചു. അപ്പോൾ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ DMKയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് പണം കൊടുത്തിട്ടാണ്. എന്താ കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കാം കേൾക്കുന്നില്ലേ? യെസ്, വ്യക്തമാണ്. തമിഴ്നാട്ടിലെ DMKയുടെ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പണം കൊടുത്താൽ മാത്രമാണ് അതിനുള്ള ലൈസൻസ് കിട്ടുക. അപ്പോൾ ഈ പണം കൊടുത്ത് അവർക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ, പണം കിട്ടി എന്നുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ കളക്ടറേറ്റിൽ കളക്ടർമാർ പാസ് കൊടുക്കും. അവർക്ക് ഇല്ലീഗൽ മൈനിങ് എത്ര വേണമെങ്കിലും ഇല്ലീഗൽ മൈനിങ് നടത്താം. അതിനകത്ത് ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സൗകര്യമാണ്. ഓരോ ലോഡിനും നിശ്ചിതമായ തുക DMK പാർട്ടിക്ക് കൊടുക്കണം. അത് ഡയറക്റ്റ് സ്റ്റാലിനുമായി ബന്ധപ്പെട്ടതാണ്. അത് കാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഭരണത്തിലേറിയിട്ടും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ ഗുണ്ടാപ്പടയാണ്. ഗൂൺസാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിനെ തൊടാൻ ആർക്കും പറ്റില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് കരിങ്കല്ല് കൊണ്ടുവരുന്ന വണ്ടികൾ തൃശ്ശൂരിൽ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ പാലക്കാട് നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പാലക്കാട് വഴി തൃശ്ശൂർ വഴി പോകുന്ന കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടികളാണ്. കൽക്കരി വാസ്തവത്തിൽ ആ വണ്ടികൾക്ക് കേരളത്തിൻ്റെ റോഡിലോടാനുള്ള അവകാശമില്ല. അവർക്കതിനുള്ള പെർമിറ്റ് ഇല്ല. അങ്ങനൊരു വണ്ടി എടുത്താൽ തന്നെ ആ വണ്ടിയിൽ ഇത്ര ലോഡേ കൊണ്ടുപോകാൻ പാടൂ എന്നാണ് പറയുക. പക്ഷേ ആ ലോഡ് മുഴുവനും അടിച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത, ആ ലൈസൻസ് ഇല്ലാത്ത അത്ര ലോഡ് കയറ്റി എന്നും ഇങ്ങനെ പോകുന്നത് കാണാം. ഇത് മുഴുവൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അത് മണലുമുണ്ട്, കരിങ്കല്ലുമുണ്ട്, സാൻഡ് മൈനിങ് ആണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ആ നാടിനെ ഇങ്ങനെ ഊറ്റി കൊല്ലുകയാണ്. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 49 സ്ഥലത്ത് റെയ്ഡ് നടന്നു. ഏതാണ്ട് 49 സ്ഥലത്ത് റെയ്ഡ് നടന്നു. 5000 കോടി രൂപയുടെ രേഖകൾ പിടിച്ചെടുത്തു. 209 എക്സ്കവേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ആരംഭിച്ചു. ആ കേസുകൾ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലൈസൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് തഞ്ചാവൂരിൽ, തരൂര്, കരൂര് എന്നൊക്കെ പറയുന്ന ഏതാണ്ട് 5 ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന് ഈ സമൻസ് ഇഷ്യൂ ചെയ്തത്. ആ സമയത്താണ് ഇത് ഫെഡറലിസത്തിന് എതിരാണ്. നമ്മുടെ നാട്ടിൽ മിണ്ടിയ ഫെഡറലിസത്തിന് എതിരാണ്. എന്തു കാര്യവും കേന്ദ്ര ഗവൺമെൻറ് ചെയ്താൽ ഇത് ഫെഡറലിസത്തിനെതിരാണ്. അപ്പോൾ ഫെഡറലിസത്തിനെതിരാണ്, ഉടനെ തന്നെ ഫെഡറലിസത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ രംഗത്ത് വരികയാണ്. കളക്ടർമാർക്ക് സമൻസ് അയച്ചിരിക്കുന്നു ED. കളക്ടർമാർക്ക് സമൻസ് അയച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അവരാണ് പാസ് ഇഷ്യൂ ചെയ്തത്. പാസ് ഇഷ്യൂ ചെയ്ത കളക്ടർമാരെ സാക്ഷിയാക്കിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാക്ഷിയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് രേഖകളോ അവരുടെ കയ്യിൽ നിന്ന് പാസ് ഇഷ്യൂ ചെയ്തതിൻ്റെ ബേസോ കണ്ടെത്തണമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാക്ഷിയായിട്ട് സമൻ ചെയ്യുമ്പോൾ ആ സാക്ഷിയായിട്ട് സമൻ ചെയ്യുന്നത് ഫെഡറലിസത്തിനെതിരാണ്. കള്ളന്മാരായ 209 പേർക്ക് സമൻസ് ഇഷ്യൂ ചെയ്തത് തടയണം.
നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എക്സ്കവേറ്റേഴ്സ് ആയിട്ടുള്ള 209 ആളുകൾ, ആ 209 ആളുകളുടെയും സമൻസ് തടയണം. ഇഡിക്ക് ഇടപെടാനേ അവകാശമില്ല, കളക്ടറെ വിളിക്കാൻ അവകാശമില്ല, കളക്ടറോട് ചോദിക്കാൻ അവകാശമില്ല. ഈ ലാൻഡ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട 5000 കോടിയുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടപ്പോൾ അതൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തത്. ആ മദ്രാസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തതിനെയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത് ED. അപ്പോഴാണ് ജസ്റ്റിസ് ബലയം ത്രിവേദി അടക്കമുള്ള ബെഞ്ച് പറഞ്ഞത്, ഡബിൾ ബെഞ്ചാണ്, അവർ പറഞ്ഞത് വളരെ ശക്തമായിട്ടുള്ള ചോദ്യം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചരിത്രപരമായ വിധി ഇവിടെ രാംകുമാർ സാറൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയാൻ പാടില്ല. അഭിഭാഷകൻ എന്ന നിലയിൽ രാംകുമാർ സാറിൻ്റെ മുമ്പിൽ ഒന്നുമല്ല നമ്മളാരും. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, അവിടെ ഹാജരായതാരാ? ഇപ്പം കേരള ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് രാംകുമാർ എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ ഒരു ഹിമാലയ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രാംകുമാർ. അതേപോലെ സുപ്രീം കോടതിയിൽ ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുന്ന മുകുൾ റോത്തിങ്കയാണ് ഇവർക്ക് വേണ്ടി. നോക്കണം നിങ്ങൾ, എത്ര കോടി രൂപ, എത്ര ലക്ഷം രൂപ കൊടുത്തുകൊണ്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക ഇവർക്ക് വേണ്ടി ഹാജരായത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം കോടതി ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ദ സ്റ്റേറ്റ് ഫയൽ എ റിട്ട് പെറ്റീഷൻ അഗൈൻസ്റ്റ് ED? വളരെ മനോഹരമായ ചോദ്യം. വാസ്തവത്തിൽ ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ അത് വായിച്ചപ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ അന്തസത്ത, ആ ചോദ്യത്തിൻ്റെ എന്താ പറയുക, മെറിറ്റ്, അത് വല്ലാത്തൊരു ചോദ്യമല്ലേ? ഹൗ ക്യാൻ ദ സ്റ്റേറ്റ് ഫയൽ എ റിട്ട് പെറ്റീഷൻ അഗൈൻസ്റ്റ് ED? ഹൗ ഈസ് ദ സ്റ്റേറ്റ്? വൈ ദ സ്റ്റേറ്റ്? അതാണ് why the state is against ED? ED is an investigation agency to conduct raids and all and probing whatever the എന്താ പറയുക, ഈ തരത്തിലുള്ള ഈ ഗ്രാബിംഗ് ഒക്കെ എന്താണെന്ന് കണ്ടെത്താനുള്ള ഏജൻസിയാണ്. ലെറ്റ് ദം ഡു their വർക്ക്. അപ്പം വളരെ കൃത്യമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു, ലെറ്റ് ദ കളക്ടറേറ്റ് റെസ്പോണ്ട് ടു ദ സമൻസ്. ആർ ദ നോട്ട് കോപ്പറേറ്റിംഗ്? എന്ത് രസം നോക്കൂ, വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം. ഹൗ ക്യാൻ ദ സ്റ്റേറ്റ് ഫയൽ എ റിട്ട് പെറ്റീഷൻ അഗൈൻസ്റ്റ് ED? ഈ ചോദ്യം സ്വാഭാവികമായും വന്ന് തറയ്ക്കുന്നത് TMCക്കെതിരായിട്ടാണ്, അതായത് ബംഗാളിലെ മമതാ ബാനർജിക്കെതിരായിട്ടാണ്. കാരണം ഇന്നലെ ബംഗാളിലെ മമതാ ബാനർജിയുടെ അനുയായി TMC ലീഡറായിട്ടുള്ള ഷെയ്ഖ് ഷാജഹാൻ, ആ ഷെയ്ഖ് ഷാജഹാനുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട് കോടികളുടെ തിരിമറി നടത്തിയിരിക്കുന്നത് ഇന്നലെയാണ് അവിടെ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഇന്നലെ മമതാ ബാനർജി ആ വിഷയത്തിൽ അതിശക്തമായി ഫെഡറലിസം തകരുന്നു, മമതാ ബാനർജിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. EDയെ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറലിസം തകർക്കുന്നു. എല്ലായിടത്തും ഫെഡറലിസമാണ്. സ്റ്റാലിൻ ഫെഡറലിസത്തെക്കുറിച്ച് പറയുന്നു, നമ്മുടെ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ മകളുടെ മാസപ്പടി അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസി വന്നാൽ ഉടനെ ഫെഡറലിസം തകരും. അല്ല, എനിക്കത് മനസ്സിലാവുന്നതേ ഇല്ല. ഇനി രസകരമായ 1-2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇത് മാത്രമല്ല, ഇത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 7 പ്രാവശ്യമാണ് കെജ്രിവാൾ, 7ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പം ഇന്നിപ്പോൾ വീണ്ടും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് ED. 7ാമത്തെ പ്രാവശ്യമാണ് മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 7ാമത്തെ പ്രാവശ്യം ആ സമൻസ് നിരസിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഐസക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ ചോദ്യം ഉണ്ടല്ലോ, ഹൗ ക്യാൻ എ സ്റ്റേറ്റ് ഫയൽ എ റിട്ട് പെറ്റീഷൻ അഗൈൻസ്റ്റ് ED എന്നുള്ള ചോദ്യം, അതേപോലെ ലെറ്റ് ദ കളക്ടർ റെസ്പോണ്ട് ടു ദ സമൻസ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും ആഞ്ഞു തറയ്ക്കാൻ പോകുന്ന ആണിയാണ്. അത് കെജ്രിവാളിനെതിരായി വരുന്ന ആണിയാണ്, അത് TMCക്കെതിരെ വരുന്ന ആണിയാണ്. അത് ഏത് സംസ്ഥാന ഗവൺമെൻറ്റാണോ, ഞാൻ ഇന്നത്തെ അവസ്ഥയെ പറഞ്ഞു, ഏത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ആരായാലും ശരി, ഏത് ഗവൺമെൻറ്റും ഇത്തരത്തിലുള്ള അനധികൃതമായ ഈ മണി ലോണ്ടറിങ്ങിൽ, അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ, ക്രമക്കേടിൽ ഏത് ഗവൺമെൻറ് ഇടപെട്ടാലും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ സർക്കാർ, ഈ EDക്കുണ്ട്. കരിമന്നൂരിലെ വിഷയം ചോദ്യം ചെയ്യാനുള്ള അനുവാദം ഈ EDക്കുണ്ട്. അവരത് ചോദ്യം ചെയ്യുമ്പോൾ, മൊയ്തീനെ വിളിപ്പിക്കുമ്പോൾ, കണ്ണനെ വിളിപ്പിക്കുമ്പോൾ, ഈ കാട്ടുകള്ളന്മാരായ MK കണ്ണനെയും അതേപോലെ മൊയ്തീനെയൊക്കെ വിളിപ്പിക്കുമ്പോൾ അവർക്ക് പരിരക്ഷ കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരുന്ന പരിചയമാണ് ഫെഡറലിസത്തെ തകർക്കുകയാണ്. ഈ ഫെഡറലിസത്തിൻ്റെ മറവിൽ കോടികൾ അടിച്ചു മാറ്റാൻ ഇവർക്കാർക്കും ഒരു വിഷമവുമില്ല. അപ്പോൾ ഈ ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി, എനിക്ക് തോന്നുന്നു ജനം ചാനൽ
വളരെ നല്ല, നേരത്തെ അവിടെ ഹരിദാസ് സംസാരിച്ച മാതിരി വളരെ കൃത്യമാർന്ന രീതിയിലാണ് ഇന്നത്തെ ചർച്ച എടുത്തിരിക്കുന്നത്. ഞാനിന്ന് പല ചാനലുകളും തപ്പി, ഒരു ചാനലിലും ഈ ചർച്ച ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ 8 മണിയുടെ എനിക്കറിയില്ല, പല ചാനലുകളും ഇത് മുക്കി വെച്ചിരിക്കുക. അതെന്താ മുക്കി വെക്കാൻ കാരണം? അവർ പല കാര്യങ്ങളും മുക്കി വെക്കുമല്ലോ. ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന വർഗീയ കലാപം, ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന കലാപം, ഒരു 13 വയസ്സായ പെൺകുട്ടിയെ ഒന്നിച്ചു നിന്ന് മാനഭംഗപ്പെടുത്തുകയാണ് ഒരു കൂട്ടം അധമവാദികൾ. അപ്പോൾ ആ അമ്മ പറയാണ്, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചെയ്താൽ അവൾ ചത്തുപോകും, ഓരോരുത്തർ വന്നിട്ട് എന്താ വെച്ചാൽ ചെയ്യ് എന്ന് ഹൃദയം പൊട്ടിയ ഒരു അമ്മ പറയുക. ആ അമ്മയുടെ വാക്കുകൾക്ക് കേരളത്തിലെ ഒരു മാധ്യമവും വില കൽപ്പിച്ചിട്ടില്ല. ആ അമ്മയുടെ വരികൾ ഈ കേരളത്തിലെ ഒരാൾ പോലും ചർച്ചക്കെടുത്തില്ല, ജനമല്ലാതെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്കിതൊക്കെ രഹസ്യമായി വെക്കണം. ഇപ്പം നേരെ വിരുദ്ധമായിട്ട് കഴിഞ്ഞ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 മാസം മുമ്പോ മറ്റോ TMCയുടെ തന്നെ അതോ പഞ്ചാബിൻ്റെ ആണോ ഒരു അപ്പീലുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചു. ഒരു ചോദ്യം, അത് ഓറലായിട്ടാണ്. അത് അനിൽ നമ്പ്യാർക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ പെട്ടെന്ന് അത് ഓർക്കുന്നില്ല. രാംകുമാർ സാറിന് ഓർമ്മയുണ്ടെ പറഞ്ഞാൽ നല്ലതാ. എന്തായിരുന്നു കേരളത്തിൽ അന്നത്തെ ചർച്ച? കേന്ദ്ര ഏജൻസിയെ സുപ്രീം കോടതി കൊടഞ്ഞു, കേന്ദ്ര ഏജൻസിയെ സുപ്രീം കോടതി വളഞ്ഞിട്ട് പിടിച്ചു. വാസ്തവത്തിൽ ഈ ഫെഡറലിസത്തിൻ്റെ പേരിൽ ഈ കള്ളക്കടത്ത് നടത്തുന്ന, ഈ മണി ലോണ്ടറിങ് നടത്തുന്ന, ഈ അധമ പ്രവർത്തനം നടത്തുന്ന, ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്ന, ഈ കൊള്ള നടത്തുന്ന ഈ സർക്കാരിനെതിരെ, ഇത്തരം ഏർപ്പാടിനെതിരെ ചരിത്രപരമായ ഒരു വിധിയെ കേരളം കണ്ടില്ലെന്ന് കേരളത്തിലെ മറ്റ് ചാനലുകൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ജനം ചാനൽ ഇത് ചർച്ച ചെയ്തത്, അത് രാംകുമാർ സാറിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ചർച്ച ചെയ്തത് തീർച്ചയായിട്ടും ഏറെ ശ്ലാഘനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വിധി ചരിത്രപരമാണ്. ഈ വിധി എന്ന് പറയുന്നത് തോമസ് ഐസക് അടക്കമുള്ള ആളുകൾക്ക്, കെജ്രിവാൾ അടക്കമുള്ള ആളുകൾക്ക്, പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് EDയുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ഒരു നിയമപരിരക്ഷയും ഇനി ഒരു കോടതിയിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത് സിംഗിൾ ബെഞ്ച് പോലുമല്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള വിധിയാണ്. ആ വിധി ഈ കള്ളന്മാർക്കെതിരായിട്ടുള്ള വളരെ കൃത്യമായ വിധിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ മാത്രമേ ഇന്ന് പുറത്തു വന്നിട്ടുള്ളൂ. 26-ാം തീയതി വിശദമായിട്ട് സുപ്രീം കോടതി ഈ കേസ് കേൾക്കും, അതിനുശേഷം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. ശ്രീ ഹരിദാസ്, EDക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ജസ്റ്റിസ് മോഹനൻ ആ കമ്മീഷൻ ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല. അദ്ദേഹത്തിന് കൂടുതൽ അന്വേഷണ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. മാത്രമല്ല, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സ്വാഭാവികമായും EDയുടെ നോട്ടീസ് കൈപ്പറ്റാതെ ഇങ്ങനെ മാറി പോകും. കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന നമ്മുടെ സിസോദിയ 1 വർഷത്തിലധികമായി ജയിലിൽ കിടക്കുകയാണല്ലോ. ഇവിടെ തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുത്തപ്പോൾ ആദ്യം EDക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി കൈക്കൊണ്ടത്. പക്ഷേ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും ഐസക്കിനോട് ഹാജരാകാൻ, ഒരു ദിവസമെങ്കിലും ഹാജരാകാൻ എന്തുകൊണ്ട് തയ്യാറായിക്കൂടാ എന്ന് അദ്ദേഹം, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണെന്ന് തോന്നുന്നു, അദ്ദേഹം അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അതിലും തീരുമാനം ആയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിലൊക്കെ തെറ്റ് ചെയ്യാത്തവർ എന്തുകൊണ്ട് ED അന്വേഷണത്തെ ഭയക്കണം എന്ന് പൊതുസമൂഹം ചോദിക്കും. ഇപ്പോൾ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് ശുദ്ധമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പറഞ്ഞവർക്ക് ഉണ്ട്. അതുപോലെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താനുള്ള ആ ഒരു ബാധ്യത, ചുമതല തോമസ് ഐസക്കിനെ പോലുള്ളവർക്ക് ഇല്ലേ? ഇങ്ങനെ തൽക്കാലം ഈ ഫെഡറലിസം, അതുപോലെ ഈ കേന്ദ്ര സർക്കാർ EDയെ പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാം, അണികളെ സൂചിപ്പിക്കാൻ അതൊക്കെ ധാരാളം. പക്ഷേ ആത്യന്തികമായി ഇവർക്കൊക്കെ ഇത്തരം ഏജൻസികളുടെ മുന്നിൽ പോയി മൊഴി കൊടുക്കേണ്ടി വരില്ലേ? നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, ഭരണഘടന MK ഹരിദാസിനും തോമസ് ഐസക്കിനും അരവിന്ദ് കെജ്രിവാളിനും സിസോദിയയ്ക്കും നൽകുന്ന തുല്യത എന്ന് പറയുന്ന ഒരു സംഗതി കേവലം എഴുതി വെക്കപ്പെട്ട
ഒരു വാക്കുകൾ, ഒരു വാഗ്ധോരണി മാത്രമാണ്. അത് സത്യത്തിൽ പറഞ്ഞ ഇവിടെ ഇന്ത്യയിൽ ഒരു നിലയ്ക്കും അത് സാധാരണക്കാരനായ MK ഹരിദാസിനും സിസോദിയയ്ക്കും അതുമാതിരി തന്നെ അരവിന്ദ് കെജ്രിവാളിനും കിട്ടുന്നില്ല. അത് രണ്ടും രണ്ടാണ്. MK ഹരിദാസിന് കിട്ടുന്ന നീതിയല്ല അവർക്ക് കിട്ടുക എന്നുള്ളതിന്റെ. എനിക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ വാചാലനായതുകൊണ്ട് ചോദിക്കുകയാണ്, ശ്രീ ഗോപാലകൃഷ്ണൻ, എന്നിട്ട് താങ്കൾ ഈ സംസാരിച്ച് നിർത്തിയോടത്താണ് ഞാൻ ഈ എന്നിട്ട് 7 നോട്ടീസ് ഈ അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കാനുള്ള ഒരു പവറേ നമ്മുടെ ഈ ഇഡിക്കുള്ളൂ. താങ്കള് അഭിഭാഷകനാണല്ലോ. രാംകുമാർ സാറിനോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം ആദരണീയനായ ഒരു വ്യക്തിയാണ്. താങ്കളുടെ എന്റെയൊക്കെ പ്രായം ഏകദേശം ഒന്നായതുകൊണ്ട് എന്നിട്ട് എന്താണ് സാർ ഈ നോട്ടീസ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്? ഇതിപ്പോ MK ഹരിദാസിനോട് ഇത്തരത്തിലുള്ള ഒരു മണി ലോണ്ടറിങ്ങുമായിട്ടുള്ള വിഷയത്തിൽ ഒരു നോട്ടീസ് കിട്ടിയിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഹാജരായിട്ടില്ലെങ്കിൽ 24 മണിക്കൂറിനകം എന്നെ ഉള്ളവർന്ന് പൊക്കില്ലേ സാർ ഈ ED? എന്താണ് സാർ ഇവർക്ക് മാത്രം ഇത്തരത്തിൽ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചടങ്ങ്, എന്ന് പറയില്ലേ, നമ്മൾ പറയില്ലേ, ഒരു ആചാരം പോലെ ഇതിങ്ങനെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അത് തെറ്റല്ലേ ശ്രീ ഗോപാലകൃഷ്ണ സാർ? താങ്കൾ അതിന് ഒരു മറുപടി താങ്കളുടെ അവസരം കിട്ടിയാൽ പറയാം. അത് തീർച്ചയായിട്ടും അതെ. കാരണം ഇവിടെ ഇപ്പോ എന്റെ കൂടെ ശ്രീ ശിവശങ്കരൻ പങ്കെടുത്തിട്ടുള്ള ഒരു ചർച്ചയില് ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ അസ്കർ വന്നിട്ടില്ല എന്നാണ്. അന്ന് അസ്കറും ഞാനും ശിവശങ്കരനും ആയിരുന്നു ഈ കരുവന്നൂർ വിഷയവുമായിട്ടാണ്. അതിലെ അസ്കറും ശ്രീ ശിവശങ്കരനും കൂടിയിട്ടുള്ള ഇതിലെന്താ വെച്ചാൽ ഇന്ത്യയിൽ ED എടുത്ത കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് 3.5% കേസുകളിലാണെന്ന് ശ്രീ അസ്കർ പറഞ്ഞു. അതിനെ അവസാനം ശിവശങ്കരന് സമ്മതിക്കേണ്ടി വന്നു. ശിവശങ്കരൻ എൻ്റെ ഒരു ആത്മ സുഹൃത്തു കൂടിയാണ്, അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അപ്പൊ ED ഇന്ത്യയിൽ എടുക്കുന്ന കേസുകളിൽ ഈ 3.5% മാത്രമേ ഒരു അന്തിമ വിധിയിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ള കാര്യം നിലനിൽക്കെ തന്നെ 7 നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് എന്താണ് സർ കാര്യം? അതുമാതിരി തന്നെ 7 നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടും ശ്രീ തോമസ് ഐസക് ഹാജരാവാത്തതിനെ കോടതി പോലും ചോദിക്കുന്നത് ഒരു ദിവസം ഒന്ന് ഹാജരായി കൂടെ തോമസ് ഐസക്? അതിന് നിങ്ങൾക്ക് എന്താണ്? ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഉപാധിയുമായിട്ട് കോടതിയിൽ എന്ന് എന്നോട് അങ്ങനെ ചോദിക്കോ? എന്താണ് ഗോപാലകൃഷ്ണ സാർ, അങ്ങ് ഒരു പ്രഗത്ഭനായ അഭിഭാഷകനല്ലേ, എന്താണ് ഇങ്ങനെ ജനാധിപത്യത്തിൽ ഈ 2 കണ്ണുകൊണ്ട് നീതിപീഠം ജനങ്ങളെ കാണുന്ന ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താണ്? നമുക്ക് ഇത്തരം ഒരു ചർച്ചയിൽ ഇല്ലെങ്കിലും അതിപ്പോ ജനങ്ങളെ ചോദിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സാർ. ഇപ്പോ ഞാൻ ഇനിയിപ്പോ ഹരിദാസിനെ വിടും. ഹരിദാസ് കേവലം ഒരു നികുതിദായകൻ, 1-2 ചർച്ച മാസത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി. ഇപ്പോ UDF സർക്കാരിന്റെ ബാർക്കോഴ കേസുമായിട്ട് നമ്മുടെ K ബാബു ഇപ്പോ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ 28 ലക്ഷം രൂപയൊക്കെ സീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ ബാബുവിനോട് നമ്മുടെ എന്താ പറയേണ്ടത്, ക്രമസമാധാനത്തിന്റെ, അതായത് വിജിലൻസിന്റെ അധികാരം കൂടിയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകുപ്പ് വിജിലൻസ് നാളെ അദ്ദേഹത്തോട് ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഹാജരായിട്ടില്ലെങ്കിൽ ഇവിടെ ഈ ഫെഡറലിസത്തിന്റെ, ഇത് ശ്രീ ഗോപാലകൃഷ്ണനോടുള്ള ചോദ്യമല്ല കേട്ടാ, ഈ ഫെഡറലിസത്തിന്റെ പ്രശ്നവുമില്ല, ജനാധിപത്യത്തിന്റെ പ്രശ്നവുമില്ല, ഹാജരാവാത്തോടത്ത് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോയില്ലേ? അപ്പൊ എന്താണ് ശ്രീ അനിൽ നമ്പ്യാർ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ഫെഡറൽ സംവിധാനത്തിനെ തകർക്കും വിധം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ നേരെ കുതിര കയറുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിലും ഈ സർക്കാരിന് പറ്റിയിട്ടുള്ള വലിയൊരു പാളിച്ച ഒരാഴ്ച മുമ്പാണ് കോടതി പറഞ്ഞത്, ഞങ്ങൾ സാമ്പത്തിക വിദഗ്ധരല്ല, അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. അതായത് കേന്ദ്രം നൽകേണ്ടതായിട്ടുള്ള കടമെടുപ്പ് പരിധിയിൽ അങ്ങേയറ്റ നിയന്ത്രണം വരുത്തുക വഴി സംസ്ഥാനമാകെ കുത്തുപാളെടുത്തിരിക്കുകയാണ്. സംസ്ഥാനം കുത്തുപാളെടുത്തേണ്ട കാര്യം ഇവിടുത്തെ അരിഭക്ഷണം കഴിക്കുന്നവർക്കും LKG വിദ്യാഭ്യാസം പോലുള്ളവർക്കും അറിയാം. അതായത് സാമ്പത്തിക മിസ്മാനേജ്മെന്റും ദൂർത്തും കൂടിയിട്ടാണ് അത് ആയിരിക്കുന്നത്. അതിന് 57,000 കോടി രൂപയുടെ കടപ്പ് ആദ്യത്തെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ചർച്ചയിൽ പോലും അത് അവതരിപ്പിക്കാൻ കഴിയാത്തൊരു നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിസ്സഹായ അവസ്ഥ ഓർത്തിട്ട് നമുക്ക് അങ്ങേയറ്റം പരിതാപം തോന്നുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് കോടതിയിൽ പോയിരിക്കുന്നത്. ആ കോടതിയിൽ പോയതിനെ ഇപ്പോ പരേതനായ ആദരണീയനായ ആ വക്കീലിന് കൊടുത്തിരിക്കുന്നത് 45 ലക്ഷം രൂപയാണ് അതിന്റെ നിയമോപദേശത്തിന്. ഇവിടെ ഈ അഡ്വക്കേറ്റ് രാംകുമാർ സാറിനെ പോലുള്ള നിയമജ്ഞർ ഇവിടെ കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് 45 ലക്ഷം രൂപ കൊടുത്തിട്ട് നിയമോപദേശം നേടിയത്. ആ കേസ് നടത്താൻ വേണ്ടി 2 വക്കീലന്മാർക്ക് കൊടുത്തിരിക്കുന്ന 55 ലക്ഷം രൂപയാണ്. അങ്ങനെ 1 കോടി രൂപ ഏകദേശം വെള്ളത്തിൽ വരയായിരിക്കുകയാണ്. കാരണം ഈ കാര്യത്തില് സുപ്രീം കോടതി ഇടപെടില്ല എന്നുള്ളത് MK ഹരിദാസിനെ പോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അറിയാമായിരുന്നു. കാരണം സാമ്പത്തിക കാര്യത്തിൽ എന്താണ് കോടതി പറയുക? കടം കൊടുത്തോളാം കോടതിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ കടമെടുക്കാനുള്ള പരിധി നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്തോളാൻ പറയാൻ പറ്റുമോ? അതിന് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണമുണ്ട്. അതാണ് ഫെഡറലിസം എന്ന് പറഞ്ഞ കൃത്യത്തില് കേന്ദ്രത്തിന്റെ പങ്ക് അതാണ്. ആ പങ്ക് അവർ നിർവഹിക്കാതിരിക്കുമോ? അപ്പൊ കോടതി ഇതിൽ ഇടപെടും. നാളെ വെളിച്ചാകുമ്പോൾ നമുക്ക് ഈ നമ്മുടെ കടമെടുപ്പ് പരിധി കൂട്ടും. അതുമാതിരി തന്നെ ഞങ്ങൾ പറയണ 57,000 കോടി കൊണ്ടുവന്നു തരുതും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിന്റെ. അനിൽ നമ്പ്യാർ എന്നോട് ചോദിച്ചത് കൊണ്ട് പറയണം, അങ്ങനെയുള്ളൊരു കേരളത്തിലത്തെ
മുൻ മന്ത്രിയായിരുന്നു ഈ നമ്മുടെ തോമസ് ഐസക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇവര് മണ്ടന്മാരിൽ മണ്ടന്മാരാണ്. അതുകൊണ്ടാണ് ഈ കേവലം അല്ല ഹരിദാസ്, തോമസ് ഐസക്കിന് ഒരേ ഒരു പരാതിയേ ഉള്ളൂ, ഇത് ഞാൻ മാത്രം എടുത്ത തീരുമാനമല്ല, വേറെ കുറച്ച് പേരുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട്, അതുകൊണ്ട് അവർക്ക് കൂടി നോട്ടീസ് അയക്കുമെന്നാണ് അദ്ദേഹം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് കേട്ടോ, എന്നെ മാത്രം പെടുത്തരുത്, നോട്ടീസ് അയക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അയക്കണം എന്നാണ്, ഒരു വിശാല മനസ്സാണ് അദ്ദേഹം കാണിച്ചത്. രണ്ട് ആൾക്കാരെ ഒരു കാടിന്റെ അപ്പുറത്ത് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന രണ്ടുപേര് ശമ്പളം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ അതില് സാധുവായ മനുഷ്യൻ പറഞ്ഞിട്ട് നീ എനിക്ക് കുറച്ച് പൈസ തരാണ്ട്, അത് തായോ, ഈ ശമ്പളം കിട്ടിയാൽ തരാന്നല്ലേ പറഞ്ഞിരിക്കണേ, ഇല്ല അത് അടുത്ത മാസം തരാം, എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ഈ കാട് ക്രോസ് ചെയ്യുന്ന സമയത്ത് കൊള്ളക്കാർ വന്നിട്ട് കൊള്ളയടിക്കുമെന്നായപ്പോ ഈ വില്ലനായിട്ടുള്ള ആള് വേഗം തന്നെ പറഞ്ഞു ഞാൻ നിനക്ക് തരാനുള്ള പൈസ തരേണ്ടത് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോ അങ്ങനെ കൈ ഒഴിഞ്ഞിട്ട്, കാരണം ഇനി എന്തായാലും കൊള്ളക്കാർ കൊണ്ടുപോകും, അപ്പൊ ആ കടബാധ്യതയെങ്കിലും തീരട്ടെ എന്നുള്ള നിലയിലാണ് ഈ തോമസ് ഐസക് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തായാലും ഞാനൊരു വൈക്കോൽ തുരുവിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, ഈ ഹൈക്കോടതിയിൽ ഈ കേസൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും എന്റെ കൂടെ പോരുകയാണെങ്കിൽ പിണറായി വിജയനും ബാക്കി എല്ലാവരും പോരട്ടെ എന്നുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹം അത് പറഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വലിയ കൊലച്ചതി. ഹരിദാസ്, താങ്കൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന, ഇവിടെ പറയുകയും ചെയ്ത അഡ്വക്കേറ്റ് ഹസ്ക ഇവിടെ ഹാജരായിട്ടുണ്ട്, വൈകിയാണെങ്കിലും അസ്കർ പറയട്ടെ ഒരു കാര്യം, ഒരു വരിയും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞു തോമസ് ഐസക് പറയണു, അല്ലെങ്കിൽ പിണറായി വിജയൻ രണ്ട് കൈയും പൊക്കി പറയണു ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഈ കൈകൾ ശുദ്ധമാണ്. നമ്മുടെ ഗോവിന്ദച്ചാമിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമാതിരി തന്നെ ഇവിടുത്തെ 3 സെൻട്രൽ ജയിലുകളിലായിട്ട് കൊടും കുറ്റവാളികളായിട്ട് ഒരുപാട് പേര് ജീവപര്യന്തത്തിന് അപ്പുറമുള്ള ശിക്ഷയും കിട്ടിയിട്ട് കിടക്കുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാ ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ? അപ്പൊ ഒരു കുറ്റവാളിയും തെറ്റ് ചെയ്തത് വിളിച്ചു പറയില്ല, അത് തെളിയിക്കപ്പെടലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭരണഘടന അനുസരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഏജൻസികളുടെ ഉത്തരവാദിത്വം എന്ന കാര്യം ദയവ് ചെയ്തിട്ട് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അഡ്വക്കേറ്റ് ഹസ്ക, ED അന്വേഷണവുമായി സംസ്ഥാനങ്ങൾ സഹകരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. 26-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഡോക്ടർ TM തോമസ് ഐസക്, അതുപോലെ നമ്മുടെ AC മൊയ്തീൻ, ഇവരെല്ലാം EDയുടെ മുന്നിലേക്ക് പോയിട്ട് വരുമല്ലോ. ഹസ്ക, വലിയ ബുദ്ധിമുട്ടിലാവില്ലേ? ഈ സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന നിലയിൽ EDക്ക് PMLA ആക്ടിന്റെ പരിധിയിൽ രാജ്യത്താകമാനമുള്ള അന്വേഷണം നടത്തുന്നതിനുള്ള ചുമതലയുണ്ട്. ആ അന്വേഷണത്തെ ഒരു തരത്തിലും തടസ്സപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സർക്കാരുകൾക്കും കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അങ്ങ് പരിശോധിക്കൂ, EDയുടെ കൺവിക്ഷൻ റേറ്റ് എത്ര? നാളിതുവരെ നടത്തിയിട്ടുള്ള ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരു മുൻ ഡിബേറ്റിൽ താങ്കൾ ഈ കണക്കുമായിട്ട് വന്ന് അങ്ങനെയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്തതെന്ന് നിന്ന് ഇപ്പൊ ഇതാ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. ഹരിദാസ്, അല്ല, അത് കൺവിക്ഷൻ റേറ്റ് വലിയ പ്രശ്നമാണെന്നേ. മാത്രമല്ല, എന്തുകൊണ്ട് അങ്ങനെ കൺവിക്ഷൻ റേറ്റ് ഒരു അന്വേഷണ ഏജൻസിക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് സാമ്പത്തിക കുറ്റകൃത്യം അല്ലെങ്കിൽ വൈറ്റ് കോളർ ഒഫൻസുകൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നതിന്റെ പരിമിതി കൊണ്ടല്ല അത് സംഭവിക്കുന്നത്, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ED പെരുമാറുന്നു എന്നുള്ളിടത്താണ്. കഴിഞ്ഞ 4 കൊല്ലമായി കേരള സംസ്ഥാനത്ത് തന്നെ എത്ര അന്വേഷണങ്ങളാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ നാളിതുവരെ എക്സാലോജിക്കിന്റെ വരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തെങ്കിലും ശുഭാപ്തി വിശ്വാസം, ഏതെങ്കിലും തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസം EDയിൽ പുലർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നടപടി കേരളത്തിൽ ഇപ്പോ ED നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര ദിവസമാണ് അഡ്വക്കേറ്റ് ഹസ്ക ജയിലിൽ കിടന്നത്? ചെയ്തവരാരാണെങ്കിലും തെറ്റ് ചെയ്തവരാരാണെങ്കിലും അവർ അകത്തു കിടക്കുക തന്നെ വേണം, ഒരു സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ED പെരുമാറുന്നു എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആകമാനം പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട് അത്തരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പെരുമാറുന്നത് കൊണ്ട് EDക്കെതിരെ അത്തരം നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളിടത്താണ് വസ്തുത. മറിച്ച് മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യയിലെ കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ED അടക്കം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, അവർ BJPയിലേക്ക് വന്നപ്പോൾ എന്തു സംഭവിച്ചു? അതൊരു പ്രധാന പ്രശ്നമല്ലേ? അജിത് പവാറിനെതിരെ നടത്തിയിട്ടുള്ള EDയുടെ അന്വേഷണം ഇപ്പോ എവിടെ ചെന്നെത്തി നിൽക്കുന്നു? മുഗൾ റോയ്ക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ എവിടെ ചെന്നിരിക്കുന്നു? നാരായണ റാണയ്ക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ എവിടെ ചെന്നിരിക്കുന്നു? പ്രേമ ഖണ്ഡുവിനെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു? കോടതി ചോദ്യം ചെയ്യണം, കോടതി ഉണ്ടല്ലോ സാർ ഇവിടെ. അങ്ങനെ അല്ല, ഏജൻസികൾ EDയെ പോലുള്ള ഏജൻസികൾ അന്വേഷണം മരവിപ്പിച്ചു കഴിഞ്ഞാലും താങ്കൾ ഈ ഉന്നയിച്ച ചോദ്യങ്ങൾ പിന്നെ ഭാരതത്തിലെ ഏത് പൗരനും കോടതിയിൽ പോയി ചോദിക്കാലോ. അങ്ങനെയല്ല, ED അല്ല, അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടല്ലോ.
അങ്ങനല്ല. ED നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയേണ്ടി വരുന്നത് ഈ BJP-യിലേക്ക് ചേർന്ന് അന്വേഷണത്തെ തുടർന്ന് BJP-യിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള 1 ഡസനിലധികമുള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കണക്കെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പറയാനാവും. അപ്പോ ED നടത്തുന്നത് കൂട്ടിലടച്ച തത്തയെ പോലെ കേന്ദ്ര സർക്കാർ പറയുന്നത് അനുസരിക്കുന്നതാണ് എന്ന് സംശയം ഏതെങ്കിലും ഒരു സാധാരണക്കാരന് തോന്നിയാൽ അതെങ്ങനെ മാറ്റിവെക്കാനാവും? അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. ഇപ്പോ ഹസൻ മുഷരിഫിനെ പോലുള്ള അല്ലെങ്കിൽ BS യെദ്യൂരപ്പയെ പോലുള്ള ആളുകൾക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു? അത് പരിശോധിക്കേണ്ടതല്ലേ? അതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യുക എന്നുള്ളതല്ല. അന്വേഷണ ഏജൻസി എന്ന നിലയിൽ EDക്ക് എവിടെയും കടന്നു ചെല്ലുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ED ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളിടത്താണ്. അല്ല, ഹസ്ക ഇപ്പോൾ തോമസ് ഐസക്കിന് പലതവണ നോട്ടീസ് അയച്ചു. തോമസ് ഐസക്ക് ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോയി മൊഴി കൊടുത്താൽ പോരെ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കി പോരെ? അവിടെ തീർന്നില്ലേ? പിന്നെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയോ? നിരന്തരം ഇങ്ങനെ നോട്ടീസ് അയച്ച് ബുദ്ധിമുട്ടിക്കുകയോ? ഇപ്പോൾ നോക്കൂ, അഴിമതിക്കെതിരെ രൂപം കൊണ്ട ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാൾ, സുഹൃത്ത് സിസോദിയ 1.5 വർഷമായി എന്ന് തോന്നുന്നു ജയിലിൽ കിടക്കുന്നു. എന്തിനാണ് കെജ്രിവാൾ ഇതിനെ ഭയക്കുന്നത്? ED വിളിക്കുന്ന സമയത്ത് പോയി മൊഴി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഭയക്കണം. അപ്പോൾ സ്വാഭാവികമായി പൊതുസമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനെ എതിർക്കുന്നവർ, ഇപ്പോൾ ഫെഡറലിസത്തിൻ്റെ പേര് പറഞ്ഞൊക്കെ എതിർക്കുന്നവർ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ മടിയിൽ കനമുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ഒന്ന് പ്രധാനപ്പെട്ട പ്രശ്നം, ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഓരോ സംസ്ഥാന സർക്കാരിനും ആ സർക്കാരിന്റെ നേതൃത്വത്തിലിരിക്കുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അധികാരമുണ്ട്. അപ്പോ സ്വാഭാവികമായി ഭരണപരമായി എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ പേരിൽ അവരെ PMLA ആക്ടിന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് അവർ ഏതെങ്കിലും വ്യക്തിപരമായി പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ PMLA ആക്ടിന്റെ പരിധിയിൽ വരികയും അത്തരത്തിൽ അത് നടപടിയുടെ വിധേയമാകേണ്ടതുമാണ്. മറിച്ച് മനീഷ് സിസോദിയ മസാല ബോണ്ട് ആരുടെ സൃഷ്ടിയാണ് സാർ? അല്ല, ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ, മനീഷ് സിസോദിയക്കെതിരെ, എന്തിന് ഈ തോമസ് ഐസക്കിനെതിരെ ഒക്കെ നടത്തുന്ന നീക്കങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി എന്തെങ്കിലും ലാഭമുണ്ടാക്കിയതായി വിമർശകർക്ക് പോലും പറയാനാവില്ല. അപ്പൊ ആ ഘട്ടത്തിലാണ് ഇത്തരം വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട് ED ഇങ്ങനെ കഴുകൻ കണ്ണുകളുമായി ഓരോ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ഭരണ നേതാക്കന്മാർക്കെതിരെ, ഭരണത്തിലിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ പറന്നിറങ്ങുന്നത് എന്ന് പറയുമ്പോൾ അത് EDയുടെ അധികാര വ്യാപ്തിയെ സംബന്ധിച്ചും അതിന് ലഭിക്കുന്ന പിന്തുണയെ സംബന്ധിച്ചും ആ പിന്തുണ ലഭിച്ചതുകൊണ്ട് അവർ നടത്താൻ പോകുന്ന വലിയ വേട്ടയെക്കുറിച്ചും ഇങ്ങനെ അഹംഭാവത്തോടുകൂടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നിടത്താണ് വലിയ അപകടം സംഭവിക്കാൻ പോകുന്നത്. EDക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം വളരെ സത്യസന്ധമായി തന്നെ നമുക്ക് പരിശോധിച്ചാൽ അത്തരത്തിലൊരു നിരീക്ഷണം തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുക്കേണ്ടത്, ഒരു അന്വേഷണ ഏജൻസി എന്നല്ല. പക്ഷെ അവിടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ED പെരുമാറുമ്പോൾ ഇതേ സുപ്രീം കോടതി ചാട്ടവാറെടുക്കും എന്ന് കൂടി കരുതേണ്ടതാണ് നിങ്ങൾ. അവിടെയാണ് പ്രശ്നം. എപ്പോഴെങ്കിലും ED ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോട് പോയാൽ സുപ്രീം കോടതിയുടെ മുന്നിൽ അത്തരം ഒരു ഹർജി വരുന്ന ഘട്ടത്തിൽ അതേ ചാട്ടം, അത് തന്നെയാണല്ലോ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ BJPക്ക് ഏറ്റ കനത്ത പ്രഹരം. അതുപോലെ ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സുപ്രീം കോടതി അനിതര സാധാരണമായിട്ടുള്ള നടപടി എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സുപ്രീം കോടതി വരുന്നത്. അപ്പൊ സുപ്രീം കോടതി അതിന്റെ അധികാരം ഉപയോഗിക്കണം. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം എന്നുള്ളിടത്താണ് നാം സുപ്രീം കോടതിയിലും ജുഡീഷ്യറിയിലുമുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. അഡ്വക്കേറ്റ് രാംകുമാർ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇപ്പോൾ രാഷ്ട്രീയമായി വേട്ടയാടാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാനുള്ള ഒരു ആയുധമാക്കുന്നു EDയെ. അത് മാത്രമേ ഉള്ളൂ ഒരു ഡിഫൻസ് എന്ന നിലയിൽ. ഈ പിന്നെ ഇടതുപക്ഷത്തിനും അതുപോലെ പ്രതിപക്ഷത്തിനൊക്കെ പറയാൻ അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഡിസ്കഷൻ വരുന്നേ ഇല്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ എന്ത് കേസെടുത്താലും ആദ്യം ഉന്നയിക്കുന്ന വാദഗതി രാഷ്ട്രീയ പ്രേരിതമാണ്. സിസോദിയ ഇത് തന്നെ ആവർത്തിച്ചു, പക്ഷെ കോടതി അംഗീകരിച്ചില്ലല്ലോ. ശ്രീ P. ചിദംബരം കോടതിയിൽ വരെ പറഞ്ഞു, ഞാൻ
കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായതുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത്. കോടതി അംഗീകരിച്ചോ? അദ്ദേഹത്തിന് തിഹാർ ജയിലിൽ എത്ര മാസം കഴിയേണ്ടി വന്നു? ലാലു പ്രസാദ് യാദവ് അഴിമതി കേസിൽ പറഞ്ഞത് ഞാൻ എൻ്റെ രാഷ്ട്രീയ എതിരാളികൾ എന്നെ കള്ളക്കേസിൽ കൊടുത്തിരിക്കുകയാണ്. എത്ര കാലം ജയിലിൽ കിടന്നു? ഇപ്പം സിസോദിയുടെ കാര്യം ഞാൻ പറഞ്ഞു വേണ്ട. സെന്തിൽ ബാലാജി തമിഴ്നാട്ടിൽ മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞു അദ്ദേഹം ബോധം കെട്ട് വീണു, അറസ്റ്റ് ചെയ്തു. സ്റ്റാലിൻ അടക്കം എന്താണ് പറഞ്ഞ് DMK-ക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ്. ഇത് സ്ഥിരം വാദഗതിയാണ്. ആ വാദഗതികൾ കോടതികൾ ഭാഗ്യവശാൽ അംഗീകരിക്കാതെ ജാമ്യം കൊടുക്കാതെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുണ്ടാക്കിയ കള്ളക്കാശ് അനുഭവിക്കാൻ സൗകര്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്നു. ചിദംബരത്തിന് വേണ്ടി വാദിച്ചത് അദ്ദേഹത്തിന് വെസ്റ്റേൺ ക്ലോസറ്റുള്ള റൂം കൊടുക്കണം എന്നാണ് അവസാനം വാദിച്ച് തിഹാർ ജയിലിൽ. അപ്പം ഈ ഗതികേടിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ സ്വയം എത്തുന്നത് പരിഹാസ്യമാണ്. അവരെ രാഷ്ട്രീയ പ്രേരിതമായ കേസെടുക്കുന്നു എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതിലേറെ പരിഹാസ്യമാണ്. ഈ പരിഹാസ്യത കേരളത്തിലെ ജനങ്ങൾ, ഭാരതത്തിലെ ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇടതുപക്ഷം നിർഭാഗ്യവശാൽ ഈ അഴിമതിക്കാരുടെ കൂടെയാണ്. ശ്രീ തോമസ് ഐസക്കിന് സമൻസ് അയച്ചത് മണി ലോണ്ടറിംഗ് ആക്ടിലെ 50-ാം വകുപ്പ് അനുസരിച്ചാണ്. 50-ാം വകുപ്പ് അനുസരിച്ച് സമൻസ് അയച്ച് വിവരങ്ങൾ ശേഖരിക്കാനുള്ള അധികാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട്. ആ സമൻസ് അയക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് എന്തൊരു പരിഹാസ്യമാണ്. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് താങ്കൾക്ക് ഹാജരായി താങ്കൾക്ക് പറയാനുള്ളത് പറയുന്നതിന് എന്താണ് തടസ്സം? അറസ്റ്റ് ചെയ്യില്ല എന്ന ഉറപ്പുണ്ടായിട്ടും രാഷ്ട്രീയ അപ്പോൾ എന്തൊക്കെയോ മൂടി വയ്ക്കാനുണ്ട് എന്നുള്ളത് വളരെ പരസ്യമല്ലേ? ശ്രീ തോമസ് ഐസക്ക് സ്വന്തമായി ഒന്നും നേടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ സെന്തിൽ ബാലാജിയുടെ കേസിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കോടികളുടെ ഇടപാടുകളാണ് ED പുറത്തേക്ക് കൊണ്ടുവന്നത്. ED എന്നൊരു ഏജൻസി ഈ രാജ്യത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജനവഞ്ചന, ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശ് ഒരിക്കലും പൊതുജനം അറിയുമായിരുന്നില്ല. അതാണ് ഇവർക്ക് പേടി. എൻ്റെ സുഹൃത്ത് അക്സറിനറിയാം, ഈ രാജ്യത്തെ ഏത് പൗരനെയും സമൻസ് ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് സമൺ ചെയ്യാൻ പോലീസിന് അവകാശമുണ്ട്. ഏത് പൗരനെയും 24 മണിക്കൂർ നേരം കോടതിയിൽ ഹാജരാക്കാതെ ചോദ്യം ചെയ്യാൻ പോലീസിന് ആ സമയത്താണ് ഭീകരമായ മർദ്ദനം നടക്കുന്നത്. ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് നിരപരാധികൾ ഏൽക്കുന്നത്. ഈ സംവിധാനം ഫെഡറലിസത്തിനെതിരാണെന്ന് നിങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താ പ്രത്യേക പരീക്ഷ? നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധികളിലും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കോടതികളിൽ പ്രത്യേക പരിഗണനയില്ല. അവരങ്ങനെ അവകാശപ്പെടുന്നത് നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. രാജ്യത്തെ എല്ലാ പൗരനും അനുസരിക്കേണ്ട നിയമങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും അനുസരിച്ചേ മതിയാകൂ. അവർക്ക് പ്രത്യേക പരിരക്ഷയില്ല. അതുകൊണ്ടാണ് അവർക്കെതിരായ കേസുകൾ അനാവശ്യ വാദം ഉന്നയിച്ച് നീട്ടിക്കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തത് ഇത്തരം കേസുകൾ വേഗം അവസാനിപ്പിക്കണം. ഇവിടെ അഴിമതി നിരോധനം വന്നിട്ട് കൊല്ലങ്ങളായി. എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്? ഹരിയാനയിലൊരു ചാന്ദരാമിനെ ശിക്ഷിച്ചു, ബീഹാറിലെ ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിച്ചു. അതല്ലാതെ വളരെ ചുരുക്കം പേര് അഴിമതി നിരോധനം. കാരണം കേസ് ചാർജ് ചെയ്ത ഉടനെ പറയും രാഷ്ട്രീയ പ്രേരിതമാണ്. അത് അന്വേഷണ ഏജൻസിയെ തളർത്താനുള്ള ഒരു പ്രധാന ആയുധമാണ് രാഷ്ട്രീയ പ്രേരിതം. ഹൈക്കോടതിയിൽ വന്നാൽ അല്ലെങ്കിൽ കോടതികളിൽ വന്നാൽ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് മറുപടി പറയേണ്ട ബാധ്യത അന്വേഷണ ഏജൻസികൾക്കുണ്ട്. കൊലക്കേസ് ചാർജ് ചെയ്താലും പറയും രാഷ്ട്രീയ പ്രവർത്തൻ്റെ പേര് ചാർജ് ചെയ്താൽ പറയും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ടിപ്പി ചന്ദ്രശേഖരൻ കേസ് ചാർജ് ചെയ്തപ്പോൾ സ്ഥിരമായി അന്ന് കേൾക്കുന്ന വാദം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതുകൊണ്ട് കുഞ്ഞനന്ദനെ പോലെ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരാളെ പ്രതിയാക്കിയെന്നാണ് ശ്രീ P. ജയരാജൻ. ഈ ബാലിശമായ വാദം, നിരർത്ഥകമായ വാദം
ഈ രാജ്യത്ത് അതിൻ്റെ പൊള്ളത്തരങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതികൾ ജാമ്യം കൊടുത്തില്ലെങ്കിൽ ഉടനെ പറയും നരേന്ദ്രമോദിയുടെ സ്വാധീനമുള്ള ജഡ്ജി ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ട സമയമായി. നിയമം എല്ലാവരും ബഹുമാനിക്കുകയും ആദരിച്ച് മതിയാകൂ. രാഷ്ട്രീയ പ്രവർത്തകർ അതിന് അപവാദമല്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകരാണ് നിയമനിർമ്മാണം നടത്തുന്നത്. നിയമനിർമ്മാണം നടത്തുന്നവർ നിയമം ലംഘിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഒരു സമൻസ് കിട്ടിയാൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ജനം പുച്ഛത്തോടു കൂടിയേ വീക്ഷിക്കുള്ളൂ. അവരെന്ത് പുരോഗമനവും മതേതരത്വവും പറഞ്ഞാലും അത് പൊള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വൈദര്യവും ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സ്ഥിരം പല്ലവി രാഷ്ട്രീയ പ്രേരിതം എന്നുപയോഗിച്ച് നിയമപരമായി അതിനെ എങ്ങനെ നേരിടാം എന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഹസ്കർ പറയുന്ന പോലെ വിരട്ടി പരിധിയിലാക്കാൻ ED ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് ഡ്രൈവ് നടത്താൻ ED പിന്നെ ഒരു ചാലകമാക്കുന്നു. വസ്തുതയുണ്ടോ അതിൽ? ഞാൻ ആദ്യം തന്നെ ഹസ്കർ പറഞ്ഞ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. ഹസ്കർ എവിടുന്നാണ് ഈ 3% EDയുടെ അന്വേഷണത്തിൽ അവരുടെ റേഷ്യോ, സക്സസ് റേഷ്യോ 3% താങ്കൾക്ക് എവിടുന്ന് കിട്ടി? AKG സെൻറ്ററിൽ നിന്ന് കിട്ടിയ ഗുളികയാണോ? താങ്കൾക്ക് എവിടുന്ന് അത് കിട്ടിയത്? ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി മാർച്ച് 24 2023 ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കണക്കാണ്. നമുക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനെ വിശ്വസിക്കണ്ടേ? താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്. 2005 ശേഷം PMLA ആക്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേന്ദ്ര ഏജൻസി എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു ED? താങ്കൾക്ക് പറയാൻ പറ്റുമോ? അതിൽ എത്ര എണ്ണം, താങ്കളൊരു അഭിഭാഷകനല്ലേ, എത്ര എണ്ണമാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്? എത്ര എണ്ണമാണ് വിചാരണ കഴിഞ്ഞ് അന്തിമ വിധിയായത്? ഈ കാര്യം വാസ്തവത്തിൽ ഹസ്കർ മറച്ചു വയ്ക്കുകയാണ്. 2005 മുതൽ 5906 5906 ഈ 5906 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2023 വരെ, മാർച്ച് മാസം വരെ. അതുവരെയുള്ള കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ ചാർജ് ഷീറ്റ് കൊടുത്തത് 1142 കേസിലാണ്. അതിനകത്ത് വിചാരണ പൂർത്തിയാക്കിയത് 34 കേസാണ്. അതിൽ അന്തിമ വിധി വന്നത് 25 കേസിലാണ്. ആ 25 കേസിൽ ശിക്ഷിക്കപ്പെട്ടത് 24 കേസാണ്. എന്ന് പറഞ്ഞാൽ EDയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 93.54%. ഇത് B. ഗോപാലകൃഷ്ണൻ പറയുന്ന കേസല്ല. ഇത് പങ്കജ് ചൗധരി എന്ന ഫിനാൻസ് മിനിസ്റ്റർ പാർലമെൻറ്റിൽ വെച്ചതാണ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ PTIയുടെ ജൂലൈ 24 ജൂലൈ 2023, അതുപോലെ വയറിൽ മാർച്ച് 26 2023, ഇന്ത്യൻ എക്സ്പ്രസ് മാർച്ച് മാസം 26 ഈ ദിവസത്തെ ഒക്കെ ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ വയറും അതുപോലെ PTIയുടെയും. എന്തിന് ഞാൻ പാർലമെൻറ്റിലെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് 3% എന്ന് പറയുന്നത് ടോട്ടൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അന്തിമ വിധിയിൽ വന്നിട്ടുള്ളതാണ് താങ്കൾ പറയുന്നത്. അതൊരിക്കലും പറയാൻ പാടില്ല. താങ്കളും ഞാനും അഭിഭാഷകനാണ്. രാംകുമാർ സാർ ഇവിടെ ഉണ്ടല്ലോ, എത്രയോ എക്സ്പീരിയൻസ് ഉള്ളതാണ്. കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കേസിൽ അന്തിമ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്, ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം വിറ്റ്നസിനെ കൊണ്ടുവന്നതിന് ശേഷം തെളിവെടുപ്പ് നടത്തുന്നത്, തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം 313 ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ കടമ്പകളും കടന്ന് അന്തിമ വിധിക്ക് കാത്തു നിൽക്കുന്നത് പോലും സക്സസ് റേറ്റിൽ വരില്ല. വിധി പറഞ്ഞതിന് ശേഷം മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ EDയുടെ നിങ്ങൾ ഇനിയും ഇത് പറയരുത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഹരിദാസാണ് നേരത്തെ പറഞ്ഞത് എന്നോട്, താങ്കൾക്കത് പറയാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ ആരോ പറഞ്ഞു എന്ന്. ഇറ്റ് ഈസ് എ റോങ്. ഞാനിത് റോങ് എന്ന് പറയുന്നത് പാർലമെൻറ്റിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പാർലമെന്റിൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതാണ് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് 34 കേസിന്റെ അന്തിമവിധി കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാ വരിക? ഇനി വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇതിനകത്ത് 176 പ്രധാനപ്പെട്ട സിറ്റിംഗ് അല്ലെങ്കിൽ ഫോർമർ MP ഓർ MLAs അത്രയേ ഉള്ളൂ. 176 അത്രയും ആളുകൾക്കെതിരായിട്ടാണ് കേസ്. അത്രയും ആളുകൾക്കെതിരായിട്ടുള്ള കേസാണ് നിലവിലുള്ളത്. ആ കേസിൽ ഇപ്പം ഇതുവരെ ഫ്രെയിം ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ അതിൻ്റെ അന്തിമ ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ഇത് ഓപ്പോസിഷൻ ഇന്ത്യയിലെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാദഗതിയാണ്. ഇപ്പോൾ 57,400 കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ടെന്ന് ഹസ്കർ പറയുന്നില്ലേ? അതേപോലത്തെ ഒരു മൊഴി അല്ല, കഴിയില്ല, തീർക്കട്ടെ. അയാൾ ചോദ്യത്തിന് ഉത്തരം പറയാം. അത് ശരി പറഞ്ഞു പോയാൽ എങ്ങനെ? ഞാൻ കാത്തിരിക്കല്ലേ ഇത്ര നേരമായിട്ട്. അപ്പോൾ 57,400 കോടി നിർത്തണോ? അല്ല, പെട്ടെന്ന് 8:30 വരെ ഉള്ളൂ. 8:30 വരെ ഉള്ളൂ. ഒന്ന് ഓർമ്മിപ്പിച്ചാ ഈ കേരളത്തിന് കിട്ടാനുണ്ട് കേന്ദ്രത്തിന്. ശരി 57,400 കോടി രൂപ ഈ കേരളത്തിന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് പോലെയുള്ള പൊഴിയാണ് നിങ്ങൾ ഈ EDയുടെ സക്സസ് റേറ്റിനെ കുറിച്ച് പറയുന്നത്. മേലാൽ ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് ഹസ്കറിനെ പോലെയുള്ള അഭിഭാഷകൻ ഇത് പറയരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട്. പിന്നെ സ്വാഭാവികമായും ഹരിദാസ് ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിരന്തരമായ സമൻസ് ഉണ്ടാവുന്നത്? നിരന്തരമായ സമൻസിൽ ഒന്നാമത്തെ കാര്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. സമൻസ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് രാംകുമാർ സാർ ക്ലിയർ ചെയ്തോട്ടെ. 1, 2, 3 പ്രാവശ്യം സമൻസ് കൊടുക്കാം. ആ സമൻസിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാവണം, തെളിവുകൾ ഉണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യം, ED എടുക്കുന്ന കേസിലൊരു FIR ഉണ്ടാവണം. ചില കേസുകളിൽ FIR ഇല്ലാതെ കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ സമൻസ് അയക്കാറുണ്ട്. പക്ഷേ FIR ഉള്ള കേസിലാണ് സാധാരണ സമൻസ് അയക്കാറ്. അവിടെ തെളിവെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ ചില തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഇത്തരം സമൻസിൽ വിളിക്കുക. ആ സമൻസിൽ വിളിച്ച് തെളിവെടുപ്പതിന് ശേഷം മാത്രമേ അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ കോടതിയിൽ വേണമെങ്കിൽ അത് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും നോട്ടീസ് കൊടുക്കാം. അതിനുശേഷം നോട്ടീസ് സ്ഥിരമായി കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള സത്വര നടപടികൾ കോടതിയുടെ പെർമിഷനോട് കൂടിയിട്ട് EDക്ക് അത് ചെയ്യാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കോടതിയിൽ ഉടനെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നത്. ഈ 2 കാര്യമായിരുന്നു മിസ്റ്റർ ഹരിദാസ് എന്നോട് ചോദിച്ചത്. എന്തായാലും ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയട്ടെ, ഇത് പ്രസിദ്ധമായിട്ടുള്ള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വിധിയാണ്. ഇത് EDക്ക് ശക്തി പകരുന്ന വിധിയാണ്. ഇത് കള്ളന്മാർക്ക് പേടിയുണ്ടാക്കുന്ന വിധിയാണ്. വിധിയല്ല, നിരീക്ഷണമാണ്. കള്ളന്മാർക്ക് പേടിയുണ്ടാക്കുന്ന നിരീക്ഷണമാണ്. അതുപോലെ ഞാൻ നേരത്തെ വിധി എന്ന് പറഞ്ഞു, വിധിയല്ല, നിരീക്ഷണമാണ്. ഓക്കെ, സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്കറിനും ഹരിദാസിനും പറയാൻ ഇനിയുമുണ്ട് എന്നെനിക്ക് അറിയാം, പക്ഷേ നിർവാഹമില്ല, എന്നോട് ക്ഷമിക്കുക. EDയെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാനുള്ള ആയുധമാക്കുന്നു എന്ന സ്ഥിരം പല്ലവിക്ക് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ അടിയാണ്. ഉപ്പ് തിന്നവർ രക്ഷപ്പെടാനായി പയറ്റുന്ന ഒരടവ് എന്നതിനപ്പുറം നമ്മുടെ നീതിപീഠം ആ ആക്ഷേപത്തെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.